ഇത് റോബസ്റ്റ ആണല്ലേ? മുളക് 3 ഐറ്റോളം ഉണ്ട്. 3 ഐറ്റം അല്ലേ? വീട് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൃഷി സ്ഥലമാണ്. 20-25 ഐറ്റോളം ഉണ്ട്. ഇത് ആകാശ വെള്ളരിയുണ്ട്, മുന്തിരിയുണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്. മഴ സമയം ഒഴിച്ച് ബാക്കിയുള്ള ടൈമിൽ ഉപ്പാണ്. 6 മാസത്തോളം ഉപ്പിന്റെ എഫക്റ്റ് ആണ്. ഇത് ഡ്രഡ്ജിങ് മണ്ണായിരുന്നു. ഞാൻ ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് ഈ പരുവത്തിലാക്കിയെടുത്തത്. ഇനി എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും മണ്ണിൽ പൊന്ന് വിളയിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു മുതലാണ് നമ്മുടെ മുമ്പിലേക്ക്. നമ്മുടെ സെലീമിക്കാണ്. സെലീമിക്ക ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു കർഷകനല്ല, ആളൊരു കാക്കിക്കുള്ളിലെ കർഷകൻ എന്ന് പറയാം. ആ രീതിക്കുള്ള ഒരാളാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് കടലിനും കായലിനും ഇടയിൽ. അതിനകത്ത് എടുത്തു പറയേണ്ടത് ഇക്കാണ വീട് ഈ കാണുന്നത് നമ്മുടെ ആറാണ്. ഈ ആറിൻ്റെ തൊട്ട് കീഴിലാണ്. അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ കൃഷി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ആ ഓരും പ്രശ്നവും നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതേപോലെ കൃഷി ചെയ്തെടുക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മളിത് ഈ കാണുന്ന രീതിയിൽ കൃഷി ചെയ്ത് പൊന്ന് വിളയിപ്പിച്ച് നിൽക്കുന്നത്. അപ്പം മിലിറ്ററിയിൽ എത്ര നാളുണ്ടായിരുന്നു? 17 വർഷം. 17 വർഷം രാജ്യത്തെ സേവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കേരള പോലീസിലേക്ക്, അത് കഴിഞ്ഞ് റിട്ടയർമെന്റ് ആയിട്ട് ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. ഇക്കാണാൻ മൊത്തത്തിൽ ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ട്? നമുക്ക് ഒരു 20-25 ഐറ്റോളം ഉണ്ട്. 20-25 ഐറ്റംസ് ഉണ്ട്. അത് പച്ചക്കറി ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റവും കൂടെ ആണ്. വീട് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൃഷി സ്ഥലമാണ്. ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വാഴ തന്നെ 10 ഐറ്റമോളം വാഴയുണ്ട്. പിന്നെ വെള്ളരി, കുക്കുംബർ, പാഷൻ ഫ്രൂട്ട്, കോവയ്ക്ക. ഇത് റോബസ്റ്റ ആണല്ലേ? നമുക്ക് ഇതിന്റെ ഒരു എത്ര മൂട് കാണും ഇതിനകത്ത്? ഇത് റോബസ്റ്റ ഒരു 5-8 മൂടോളം കാണും. 5-8 മൂട്. അപ്പൊ ഇതേത് വെറൈറ്റി ആയിക്കാ? ഇത് ഞാലിപ്പൂവൻ. ഇങ്ങനെ മൊത്തത്തിൽ എത്ര ഐറ്റം നമ്മൾ പറഞ്ഞത്? 10 ഐറ്റോളം ഉണ്ട്. 10 ഐറ്റോളം വാഴക്കകത്ത് തന്നെ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ചുമന്ന കദളി. ഇതാണ് ചുമന്ന കദളി. ആയിട്ടില്ല അല്ലേ? ആയിട്ടില്ല. അപ്പോൾ ഇനി ആകാരമായിട്ട് നിൽക്കുകയാണ്. ശരിക്കും ഇതൊക്കെ ഇക്കാട ഒരു എന്താ പറയുക, ഇക്കാട ഒരു പ്രയത്നം കൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്ന അത്ഭുതം എന്ന് തന്നെ പറയാം. കൂമ്പില്ല കണ്ണൻ. അതായത് ഇതിന് കൂമ്പ് പോരില്ല. ഇല്ല. അങ്ങനെ ഒരു വെറൈറ്റി ആണല്ലേ? നമ്മുടെ നാട്ടിൽ ഉള്ള വെറൈറ്റി ആണ്. നാട്ടിൽ ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വർഗം നശിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണല്ലേ? ഇതേതായിക്കാ? ഏത്തവാഴ. അപ്പൊ ഇതോ? അത് ഏത്തയാണല്ലേ? ഇത് പൂജക്കദളിയാ? പൂജയ്ക്ക് യൂസ് ചെയ്യുന്ന കദളിയാണ്. അത് ഇതെല്ലാം പൂജക്കദളികളാണ് ഇരിക്കുന്ന വാഴകൾ. ഇത് മൊത്തം കളക്ഷൻസ് എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? കളക്ഷൻസ് ഞാൻ ഓരോ സ്ഥലത്തുകൾ പോകുമ്പോൾ അവിടെ നിന്ന് മേടിക്കാറുള്ളതാണ്. പൂജക്കദളിക്ക് ഇവിടെ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം. അതെ. ശരിക്കും ഇതിൽ ഇവിടെ നട്ടു വെച്ചിരിക്കുന്ന മിക്ക സാധനവും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമിയായിട്ട് സാധനങ്ങളെ അല്ല, അതുപോലുള്ള അധ്വാനം കൊണ്ട് ആക്കിയെടുത്തതാണ്. ഇത് നാടൻ പൂവനാണ്. അല്ലേ? ഇതിപ്പോ വെച്ചിട്ട് ഇപ്പം വെച്ചിട്ട് കൂടി 3 മാസമായിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഇതൊരു വെറൈറ്റി ആണല്ലോ? ഇത് മൊന്തങ്കാണ്. അതായത് കറിക്ക അല്ലെങ്കിൽ മൊന്തങ്ക എന്ന് പറയും. അങ്ങനെയാണോ പറയുന്നത്? ഇത് സ്വദേശം ഇവിടെ തന്നെയാണ്. പക്ഷേ ഇതും വർഗം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പൊതുവെ കുറവായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിൽ പന്തൽ ഇങ്ങനെ പടർത്തിയിട്ടുണ്ട്. ഇത് ഏതൊക്കെ ഐറ്റം ആയി കിടക്കുന്നത്? ഇത് ആകാശ വെള്ളരിയുണ്ട്, മുന്തിരിയുണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, കോവലുണ്ട്. എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. അതെ, പാഷൻ ഫ്രൂട്ടൊക്കെ അതെ കിടക്കുന്നുണ്ടോ? എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. പിന്നെ ആകാശ വെള്ളരി അല്ലേ? ആകാശ വെള്ളരി. ഇതാണ്ടാ, ഇത് വാളരിയാണ്. വാളരി ഇപ്പൊ വെയിലിന്റെ ടൈമാണ്. മുന്തിരി ഉണ്ടല്ലേ? മുന്തിരി പിടിച്ചു തുടങ്ങിയിട്ടുണ്ടോ? മുന്തിരി പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പം പിടിച്ചില്ല. സീസൺ കഴിഞ്ഞല്ലേ? ഇതെല്ലാം സീസൺ. ഏത് ടൈപ്പ് മുന്തിരി? ഇത് കറുത്ത മുന്തിരി തന്നെയാണ്. ശരിക്കും എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല ടേസ്റ്റ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇവിടുത്തെ ഇതിന്റെ ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ, കാര്യങ്ങളൊക്കെ എങ്ങനെ? സെയിൽസ് പഞ്ചായത്തിൽ ബുധനാഴ്ച, എല്ലാ ബുധനാഴ്ചയും മാർക്കറ്റ് അവിടെ പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 പ്രൈവറ്റ് ടീമുകളുണ്ട്. നമുക്ക് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥന്മാർ വന്ന് എടുക്കാറ്. ഇതെന്തൊക്കെ ഇങ്ങനെ ഒരു സംഭവം കൂന കൂട്ടിയിട്ടിരിക്കുന്നത്? മണ്ണ് ബാലൻസ് വന്ന മണ്ണ് കൂട്ടിയിട്ടായിരുന്നു. അതിലൊരു വെറൈറ്റി ആയിട്ട് 3 ഇനം കപ്പക്കിഴങ്ങ് ഇതിൽ നട്ടിട്ടുണ്ട്. കപ്പക്കിഴങ്ങായിട്ടിരിക്കുകയാണ്? അതെ, 3 ഇനം കപ്പക്കിഴങ്ങ് മണ്ണ് കൂട്ടിയിട്ടാണ്. മണ്ണ് അടിപൊളി. അതൊരു വെറൈറ്റി കൃഷി രീതി. ട്രൈ ചെയ്താണ്? കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തതാണ്. കാരണം മണ്ണ് ഒലിച്ച് പോകത്തില്ല, കിഴങ്ങ് പിടിക്കുകയും ചെയ്യും. അങ്ങനൊരു എന്തായാലും ഈ ഒരു കൃഷി രീതി എന്തായാലും വെറൈറ്റി. വിളവെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. കപ്പക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ. ഓക്കെ. അപ്പൊ എന്തായാലും 3 വെറൈറ്റി കപ്പക്കിഴങ്ങാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ 3 ഇനം കപ്പക്കിഴങ്ങുണ്ട്. ചാക്കിന്റെ സൈഡിൽ കഴിഞ്ഞ് കയറ്റിയേക്കാണ്. ഇതിപ്പം ചെയ്തത് ഇപ്പൊ ഒരു 10-15 ദിവസമേ ആയുള്ളത്. വെറൈറ്റി ആയിട്ടുണ്ട്. വിളവെടുപ്പ് വരുമ്പോഴേ കറക്റ്റ് നമുക്ക് റിസൾട്ട് അറിയാനൊക്കത്തുള്ളൂ. യൂട്യൂബിൽ കണ്ട് ചെയ്തതാണ്. ചെയ്തല്ലേ? കിഴങ്ങും കൂടുതൽ പിടിക്കും. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടും ഇല്ലെന്നുള്ളതാണ് അറിയുന്നത്. കാരണം ചാക്ക് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് കിഴങ്ങ് എടുക്കാൻ എളുപ്പമാണ്. നമുക്ക് മുളക് മൊത്തത്തിൽ എത്ര ഐറ്റം ഉണ്ട്? മുളക് 3 ഐറ്റോളം ഉണ്ട്. 3 ഐറ്റം അല്ലേ? ഇത് ഏത് ഐറ്റം ആണ്? ഇത് വെള്ളക്കാന്താരി.
വെള്ളക്കാന്താരി അത്യാവശ്യം പിടിച്ച് പോകണ്ടല്ലോ. ഇതിൽ ഒരു എത്ര മൂടുണ്ടാവും നമുക്ക്? ഇതൊരു 5-8 മൂടുണ്ട്. 5-8 മൂടുണ്ടല്ലേ. പിന്നെ അതുകൂടാതെ ദേ അപ്പുറത്തൊക്കെ നമ്മുടെ മുളക് ഐറ്റംസ് നിൽപ്പുണ്ട്. ഇതേ കാന്താരിയൊക്കെ നിൽപ്പുണ്ടല്ലോ. അത് നമ്മുടെ സാധാ കാന്താരി അല്ലേ? ഇതും അത്യാവശ്യം നമ്പർ നിൽപ്പുണ്ടല്ലോ അല്ലേക്കാ. ഇതൊക്കെ എങ്ങനെയൊക്കെയാ ഇതിന്റെ സെയിൽസ് കാര്യങ്ങളൊക്കെ? ഇതിന്റെ സെയിൽസ് ഇത് 600 രൂപയ്ക്ക് വിൽക്കും. മറ്റേ വെള്ളക്കാന്താരി 300 രൂപ 350 രൂപയ്ക്ക് വിൽക്കും. ഇവിടെ പോകുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? പോകുന്നുണ്ട്. പഞ്ചായത്ത് മാർക്കറ്റിൽ പോകുന്നുണ്ട്. പഞ്ചായത്തിലെ എല്ലാ ബുധനാഴ്ചയും ചന്തയാണ്. നമ്മുടെ ചന്തയിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു സപ്പോർട്ടാണ്. അത്യാവശ്യം കായൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഇതേ ഒരു വവ്വാലി കത്ത് കിടക്കുന്നുണ്ട്. അതിനകത്ത് കാ തിന്നാനായിട്ട് കയറിയതാണ്. നമുക്ക് അത്യാവശ്യം കാഴ്ച നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് എന്ത് വളമൊക്കെ കൊടുക്കുക? ഞാൻ ചാണകം, ചെമ്മീൻ തോക്ക, പിന്നെ ഹോട്ടൽ വേസ്റ്റ്, ജൈവവളം മാത്രമേ. രാസവളമോ കീടനാശിനികളോ ഉപയോഗിക്കാറില്ല. ഒന്നും ഉപയോഗിക്കാറില്ല. കീടനാശിനിയും രാസവളവും ഉപയോഗിക്കാറില്ല. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഈ രീതിയിൽ നമ്മുടെ ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ ഇത്രയും സെറ്റാക്കി എടുത്തിരിക്കുന്നത്. ഇത് ഏതൊക്കെ ഐറ്റംസ് ആണ്? മുട്ടക്രോസും കോളിഫ്ലവറും തക്കാളി അല്ലേ? അത് 1-2 ഐറ്റംസ് ഒക്കെ തക്കാളി പിടിച്ച് ഇപ്പുണ്ട് ഇവിടെയൊക്കെ. പിന്നെ ഇത് കുക്കുംബർ. ഇത് നെല്ലിപ്പുളിയല്ലേക്കാ? അതെ, നെല്ലിപ്പുളി. ഇതിനകത്ത് സീസൺ പിടിക്കത്തുള്ളൂ. സീസണിൽ കാ പിടിച്ചിട്ടുള്ളതാണ്. ഇതേ വേണ്ടതേ കായലിന് തൊട്ട് കീഴിലാണ് കേട്ടോ. ഇതെന്തോ ഈ ഐറ്റം? ഇത് ചെറിയ ഓറഞ്ചാണ്. ചെറിയ ഓറഞ്ചോ? വെള്ളം കുടിക്കാൻ പറ്റിയ ഓറഞ്ച്. അത്യാവശ്യം വെള്ളം പോലെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് കേരള കഴിച്ചിട്ട് പ്രയാസമായിരിക്കും. പച്ചച്ചീരയാണ്. അത്യാവശ്യം പൂവൊക്കെ പിടിച്ച് പോകണ്ടല്ലോ. അരി എടുക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. നിർത്തിയിരിക്കല്ലേ. ഇതിപ്പം വിളവെടുക്കാൻ എത്ര നാളെടുക്കുക? ഇത് 2 മാസം മതി. 2 മാസം കൊണ്ടാവും. ഇത് ഇപ്പം അരി എടുക്കാനായിട്ട് നിർത്തിയേക്കാണ്. ഈ രീതിയിലൂടെ കൃഷി ചെയ്ത് നിൽക്കൊക്കെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും അവാർഡോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ട്? തൃക്കുന്നപ്പുഴ കൃഷി ഭവനിൽ നിന്ന് 3 അവാർഡ്, ജൈവ കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. 3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു അവാർഡ് കിട്ടിയാൽ 3 വർഷം കഴിഞ്ഞ് അടുത്ത അവാർഡ് കിട്ടാറുള്ളൂ. പക്ഷേ എനിക്ക് 3 അവാർഡ് ഇതുവരെയും നിലവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ